എബി എന്ന് പറയുന്നത് തിരിച്ചിലേക്ക് പിന്നിലുള്ള ആളാണെങ്കിലും ഒരുപക്ഷെ ഗ്രേസിനൊക്കെ കൂടുതൽ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലേ? അല്ലേ? അതാണ് 300ഓളം, ഞാനിപ്പോൾ വിക്കിപീഡിയ കേട്ടോ, 300ലധികം സിനിമകളുടെ മ്യൂസിക് അറേഞ്ചറാണ്. ഈ മ്യൂസിക് എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുന്ന ആളാണോ? അല്ലല്ല, ആക്ച്വലി മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയാം. അതായത് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു സോങ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നൊരു വിഷൻ ഉണ്ടാവും. അപ്പം ഇന്നിപ്പം മൊത്തം അറിയാലോ, ഇന്നിപ്പം കമ്പ്യൂട്ടേഴ്സും അങ്ങനെ ഒരു ഡിജിറ്റൽ പരിപാടിയാണ്. അപ്പം പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന റെക്കോർഡിങ് ഇതിന് വന്ന് വായിക്കുന്ന ഒരു സമയം. അപ്പം അതെല്ലാം മാറിയിട്ട് എന്നെ പോലെ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ വിർച്വൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മളിപ്പോൾ കേൾക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സോഫ്റ്റ്വെയർസ് ബേസ്ഡ് ആണ്. വിർച്വൽ ഇൻസ്ട്രുമെന്റ്സും പിന്നെ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസും യൂസ് ചെയ്ത് ആ മ്യൂസിക് കമ്പോസർക്ക് വേണ്ട അല്ലെ പുള്ളിയുടെ തലയിലുള്ള ഒരു ഐഡിയാസ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളാണ് അത് പുറത്തേക്ക് അത് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം ഒരു നമ്മൾ പിന്നണി എന്ന് പണ്ടത്തെ പിന്നണി എന്ന് വേണേൽ പറയാം, പക്ഷെ അതിന്റെ ഒരു ഡിജിറ്റൽ ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 100ലധികം ജിങ്കിളുകൾ അല്ലേ, പരസ്യചിത്രങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ. അപ്പൊ ഇത് എത്ര കാലം തുടങ്ങിയിട്ട്? അവിടെ ചെറിയൊരു പ്രായത്തിൽ അല്ലേ? ഞാൻ ആക്ച്വലി ഫിലിം ബേസ്ഡ് ആയിട്ട് തുടങ്ങിയത് ഒരു 16-17 വയസ്സുള്ളപ്പോൾ. ഇപ്പം 36 വയസ്സായി. 36 വയസ്സായി. പ്രായം വെളിപ്പെടുത്തി കേട്ടോ. ആ പ്രായം തന്നെയാണോ പറഞ്ഞിരുന്ന കേസ്? ആണോ?